സായിക്ക് എങ്ങനെയുണ്ട് മേഡോണ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എറിക്ക് ഫയലെല്ലാം അവളുടെ കയ്യിൽ കൊടുക്കുന്നിടയിൽ ധരിച്ച് ചോദിച്ചു. ഏയ്, ആളിപ്പോൾ ഓക്കെയാണ് മേഡോണ. അത് പറഞ്ഞ് എറിക്കിനെ നിന്ന് പാളി നോക്കി. അവൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതാണെന്ന് സായി പറഞ്ഞറിഞ്ഞിരുന്നുവോൾ. ഞങ്ങളെയൊന്നും ദേവൻ സാറിൻ്റെ കല്യാണത്തിന് വിളിക്കുന്നില്ലേ സാർ? സത്യത്തിൽ ഒത്തിരി നാളായി നാട്ടിലൊരു കല്യാണമൊക്കെ കൂടിയിട്ട്. മേഡോണ മറുപടി അറിയാൻ എറിക്കിൻ്റെ മുഖത്തേക്ക് വശ്യമായി ഒന്ന് നോക്കി. ഓഫീസിലെല്ലാവരോടും പപ്പയും അച്ഛയും വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. എന്തേ, മേഡോണയുടെ അടുത്ത് അവർ പറഞ്ഞില്ലേ? ദേശു മനസ്സിലാവാതെ ചോദിച്ചു. സാർ, ഞങ്ങൾ സ്റ്റാഫിനെ എല്ലാവരും വിളിച്ചിരുന്നു. കൂടാതെ വരാൻ ടിക്കറ്റ് എല്ലാം എടുത്ത് തരയ്ക്കുകയും ചെയ്തു. എന്നാലും ഇത്രയൊക്കെ സ്ഥിതിക്ക് എറിക് സാർ ഒന്നും വിളിച്ചില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. മേഡോണ എറിക്കിൻ്റെ അടുത്തേക്ക് അല്പം കൂടെ നീങ്ങിയിരിക്കാൻ ശ്രമിച്ചു. ഇച്ചി അങ്ങനെ പേഴ്സണലായിട്ട് വിളിക്കാൻ മാത്രം ബന്ധമൊന്നും നിങ്ങൾ തമ്മിലില്ലല്ലോ മേഡോണ. പിന്നെ സുന്ദരനായൊരു MD ആണ് എൻ്റെ ഇച്ച എന്നതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ആളെ ഒത്തിരി പേര് വായി നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് കരുതി ഇങ്ങനെ എൻ്റെ അടുത്തിരുന്ന് ഇച്ചയുടെ ചോര വരുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. മേഡോണയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും അല്ലേ? വിളറിയിരിക്കുന്ന മേഡോണയുടെ മുഖത്തേക്ക് ദച്ചു അല്പം ദേഷ്യത്തോടെ നോക്കി. ഞാൻ ദച്ചു അങ്ങനെയൊന്നും. മേഡോണ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. ഇനി ഇമ്മാതിരി നോട്ടം എൻ്റെ മുന്നിൽ വെച്ചെങ്ങാനും നോക്കിയാൽ അടിച്ചു നിന്റെ മുഖത്തിന് ഷേപ്പ് ഞാൻ മാറ്റും. ദച്ചു പല്ല് കഴിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും മേഡോണ ഞെട്ടി എറിക്കിനെ എന്ന് നോക്കി. അവൻ ദച്ചുവിനെ നോക്കി ചിരിയോടെ ഇരിക്കുവാണ്. അവളെ ഒരക്കെ മേലെ കല്യാണം, അതിനെങ്ങാനും ഇങ്ങോട്ട് കെട്ടിയെടുത്താലുണ്ടല്ലോ ബാക്കി ഞാൻ അപ്പം പറഞ്ഞു തരാം. ദച്ചു അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടും മേഡോണ വെപ്രാളത്തോടെ എഴുന്നേറ്റു. ഹേയ് ദക്ഷ, എറിക്ക് ദച്ചുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. സോറി ചാ, ഇവിടെ ചോര കൂറ്റുന്ന പോലെ നോട്ടം കണ്ടിട്ട് എങ്ങനെ മിണ്ടാതിരിക്കും ഞാൻ? ഒന്നുമില്ലെങ്കിലും ഞാൻ കൂടെയുണ്ടെന്ന് ഓർക്കണ്ടേ, അതാ അങ്ങനെ പറഞ്ഞു പോയത്. ദച്ചു ചുണ്ടു മലർത്തിക്കൊണ്ട് എറിക്കിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും എറിക്ക് അവളുടെ കവിളിൽ പതിയെന്ന് തട്ടി. പിന്നെ മേഡോണ എന്ന് നോക്കി. അവളാകെ ചമ്മി നിൽക്കുവാണ്. മേഡോണ പൊയ്ക്കോ, ഞങ്ങൾ നാളെ തിരിക്കും. പിന്നെ ദക്ഷ പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. നിന്റെ ഇമാതിരി നോട്ടം എനിക്കും ഒട്ടും ഇഷ്ടമായിട്ടില്ല. എറിക്കിൻ്റെ മുഖം ഗൗരവത്തിലായതും വേഗത്തിൽ തല കുലുക്കിപ്പോയി മേഡോണ. എങ്കിൽ പോകാൻ നോക്ക്. ഇനി ഇതുപോലെ എങ്ങാനും മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ വന്നാൽ പിന്നെ വേറെ ജോലി നോക്കേണ്ടി വരും മേഡോണയ്ക്ക്. ദച്ചു പറഞ്ഞു കേട്ട് തല കുലുക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു വേഗത്തിൽ അവിടെ നിന്നും ഇറങ്ങി. എൻ്റെ ദക്ഷയുടെ ഭാവം കണ്ട് പേടിച്ചു പോയെന്ന് തോന്നുന്നു. മേഡോണ പോന്ന് നോക്കിയിരുന്ന് ദച്ചുവിനെ തലയ്ക്ക് നേരെ തിരിച്ചു നിർത്തി അവൾക്ക് അവളൊന്ന് കൊത്തിക്കൊണ്ട് ഇറക്കി പറഞ്ഞതും ദച്ചു അവനെ കണ്ണൊട്ടി നോക്കി. എന്തേ, സമാധാനിപ്പിക്കാൻ പോണമെന്നുണ്ടോ? അവൾ ഇടുപ്പിൽ രണ്ട് കൈയും കുത്തി അവനെ കൂർപ്പിച്ചു നോക്കി. അതില്ല, പക്ഷേ എനിക്കെൻ്റെ പെണ്ണിനെ ഒന്ന് സ്നേഹിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എറിക്കി പറഞ്ഞുകൊണ്ട് അവളെ എടുത്ത് ബെഡിലേക്കിട്ടു. ദച്ചു വിടർന്ന കണ്ണോടെ എറിക്കിനെ നോക്കിയതും അവനൊന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ട് അവളെ ദേഹത്തേക്ക് പതിയെ അമർന്നു. സ്നേഹിക്കട്ടെ? പതിഞ്ഞ സ്വരത്തിൽ എറിക്കി ചോദിക്കുമ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ദച്ചു ഒന്ന് മൂളി. അവളെ നെറ്റിയിൽ പതിയെ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവൻ്റെ ചുണ്ട് ദച്ചുവിൻ്റെ മുഖം മുഴുവനും അലഞ്ഞു. അവൻ്റെ ശരീരത്തിന് താഴെ ഏറെ ഇഷ്ടത്തോടെ ദച്ചു അങ്ങനെ പ്രണയത്തോടെ നോക്കിക്കിടന്നു. അവളിൽ നിന്നും മുടയാടുകളെല്ലാം എറിക്ക് ഊരിയെടുക്കുമ്പോൾ ദച്ചുവിൽ വിരിഞ്ഞ ചെറുനാണമെല്ലാം പ്രണയത്തിൻ്റെ ചുടുചുംബനങ്ങൾ കൊണ്ട് എറിക്ക് മാറ്റിയെടുത്തു. അവളുടെ ശരീരത്തിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ വരെ ആവശ്യത്തോടെ നുഴഞ്ഞെടുക്കുന്ന എറിക്കിനെ അവളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കിതച്ചുപോയി. ദച്ചുവിൻ്റെ കണ്ണിലെ ലാസ്യഭാവം എറിക്കിനെ വല്ലാതെ അടിമപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവളിൽ അമരുമ്പോൾ രണ്ടുപേരിലും നിറഞ്ഞത് പ്രണയം മാത്രമായിരുന്നു. ക്രമം തെറ്റി ശ്വാസതാളവും കിതപ്പുകളും ശീലക്കാരവും ആ 4 ചുവരുകൾക്കുള്ളിൽ ഉയർന്നു കേട്ടു. അതവരിൽ കൂടുതൽ ആവേശം നിറച്ചിരുന്നു. അവളുടെ നഗ്നമായ നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുന്ന എറിക്കിനെ ദച്ചു സ്നേഹത്തോടെ ഒന്ന് തഴുകി. എഴുന്നേൽക്ക് നിലയിച്ച, സമയം എന്തായെന്ന് വല്ലതും അറിയോ? ദച്ചു മുഖം താഴ്ത്തി അവനെ ഒന്ന് നോക്കി. മതിയാവുന്നില്ലടി, എപ്പോഴും നിന്നിങ്ങനെ വേണമെന്ന് തോന്നുന്നു. ദച്ചുവിൻ്റെ നഗ്ന ശരീരത്തോടെ വിരൽ കൊണ്ടൊന്ന് തഴുകി വശ്യതയോടെ ഇറക്കി പറഞ്ഞു. മതിയായില്ലെന്നോ? കൊല്ലും ഞാൻ. ഇവിടെ കൊണ്ടുവന്നിട്ട് 5 ദിവസമായി. എന്നിട്ട് ഇതിൽ എത്ര ദിവസം ചോദിച്ചാൽ എന്നെ പുറത്ത് കൊണ്ടുപോയി. എപ്പോഴും ഈ റൂമിൽ തന്നെയല്ലേ, എന്നിട്ടും മതിയായില്ലെന്നോ? അവൾ കണ്ണൂട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും എറിക്ക് ചിരിച്ചുകൊണ്ട് അവളുടെ മാറിലൊന്ന് ചുംബിച്ചു. ഇനിയിപ്പോൾ വീട്ടിൽ പോയാലും ഇതിനൊന്നും സമയം കിട്ടില്ല കൊച്ചെ. ദേവേട്ടൻ്റെ കല്യാണമൊക്കെ തിരക്കാകും. എറിക്ക് അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വകാര്യം പോലെ പറഞ്ഞു. സാറില്ല, അതൊക്കെ കഴിഞ്ഞിട്ട് മതി കേട്ടോ. ഇനി നിങ്ങൾ ഒട്ടും ശരിയല്ല. എന്നെ വല്ലാണ്ടങ്ങ് കൊന്നുവയ്ക്കും. ദച്ചു അവൻ്റെ താടിയിൽ പിടിച്ചൊന്ന് വലിച്ചുകൊണ്ട് കൂറുമ്പോടെ പറഞ്ഞു. അത് പിന്നെ നിന്നിങ്ങനെ എല്ലാം കാണുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ദക്ഷ? എറിക്ക് അവളെ കവളിൽ പതിയൊന്ന് കഴിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു. ഓവ്, ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു. അവൾ കെറുവോടെ മുഖം തിരിച്ചു. എങ്കിലും ദച്ചുവിനെ ചുണ്ടിൽ നിറഞ്ഞ ചിരിയായിരുന്നു അവിടെ കഴിഞ്ഞ നിമിഷങ്ങളെ ഓർത്ത്. എന്താടി? ബാഗെല്ലാം പാക്ക് ചെയ്യുന്ന എറികിനെ നോക്കി താടിയിൽ കൈ വെച്ച് വിഷമത്തിലിരിക്കുന്ന ദച്ചുവിനെ നോക്കി
ഒരു ചിരിയോടെ ഇറക്കി പുരുകമുയർത്തിക്കൊണ്ട് ചോദിച്ചു. അറിയില്ല, എന്നാലും നമ്മൾ പോകുന്നത് ഓർത്തൊരു സങ്കടം. എന്ത് രസമായിരുന്നു അല്ലേ ഇവിടെ. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു. തെച്ചു നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി. അയ്യേ, ഈ ചെറിയ കാര്യത്തിനൊക്കെ എൻ്റെ ദക്ഷന് കണ്ണു നിറയ്ക്കാമോ? ഇറക്കി ഭാഗം മാറ്റി വെച്ചുകൊണ്ട് അവളെ എടുത്ത് തൻ്റെ മടിയിലിരുത്തി. നമുക്കിനിയും വരാലോടാ. കഴിഞ്ഞു പോയ നിമിഷങ്ങൾ ഇനിയും ആവർത്തിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല. സ്ഥലം മാത്രമേ മാറുന്നുള്ളൂ, നമുക്ക് മാറ്റമൊന്നുമില്ലല്ലോ. എനിക്കൊരു കുസൃതി ചിരിയോടെ പറഞ്ഞു കേട്ടതും ദേച്ചു അവനെ കണ്ണൊട്ടിയൊന്ന് നോക്കി. നീ ഇങ്ങനെ നോക്കണ്ട, ഞാൻ കാര്യമില്ലേ പറഞ്ഞേ. അവൻ ദേച്ചുവിൻ്റെ കവിളിൽ പിടിച്ചൊന്ന് വലിച്ചു. ആ ഇച്ച എനിക്ക് വേദനിച്ചു. ആണോ? കണക്കായിപ്പോയി. വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ണ് നിറയ്ക്കാതെ എടുക്കാനുള്ളതൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വാ. പാക്ക് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ എല്ലാം പൊന്നുമോൾ തന്നെ എടുക്കേണ്ടി വരും. എറിക്ക് ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും അവൾ നല്ല കുട്ടിയെ എല്ലാം എടുത്ത് എറിക്കിൻ്റെ മുന്നിലായി വെച്ചു. വെറുതെ ഓരോന്നും ആലോചിക്കണ്ട കേട്ടോ. ദേവേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ഇതുപോലെയൊക്കെ നമുക്ക് എല്ലാവർക്കും ആയിട്ടൊക്കെ വരാം, അതും നല്ല രസമാകും. എറിക്ക് പറഞ്ഞു കേട്ട് ദച്ചു ഒരു പുഞ്ചിരിയോടെ തല കുലുക്കി. എങ്കിൽ പോയി ഫ്രഷ് ആയിട്ട് വാ, പോകണ്ടേ? ദച്ചു മൂളിക്കൊണ്ട് പതിയെ എഴുന്നേറ്റു. ഒറ്റയ്ക്ക് കുളിക്കാൻ വൈകിൽ ഒരു കൂട്ടിന് ഞാനും വരാം കേട്ടോ. അവൾ പോന്ന് നോക്കി ഇറക്കി വിളിച്ചു പറഞ്ഞു കേട്ടതും ദച്ചു അവനെ തിരിഞ്ഞൊന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ കൂടെ പോന്നു. അവൾ ഒരു കണ്ണിറക്കി പറഞ്ഞുകൊണ്ട് ഒരു ചിരിയുടെ ബാത്റൂമിലേക്ക് നടന്നു. ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായി ഇരുന്നിട്ട് എരിക്കും ഒരു ചിരിയോടെ അവളുടെ കൂടെ ഓടി. ശോ, ആകെ പാടായി. ദേശു കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് പുറത്തു. ഞാൻ മിണ്ടാൻ നിന്നതല്ലേ, അപ്പോൾ വെറുതെ എന്നെ എരി കയറ്റിയിട്ട്. എരിക്ക് അവളെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. ദേച്ച വേണ്ട കേട്ടോ, ഞാൻ എരി കയറ്റിയത്. അല്ലെങ്കിലും നിങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം. അത് കണ്ടിട്ട് കുളിക്കാനെന്നും പറഞ്ഞ് എൻ്റെ കൂടെ വന്നത്. പാവം ഞാൻ. എനിക്കറിയാമോ ഈ മനസ്സിൽ ഇങ്ങനെയല്ല ആണെന്ന്. ദേച്ചു ചിരി ഒളിപ്പിച്ചുകൊണ്ട് കണ്ണാടിയിലൂടെ അവനെ നോക്കി. അയ്യടാ, എന്തോരം പാവം. ഇടിയടി മിണ്ടാതെ ഒരു ഉമ്മ വച്ചിട്ട് മാറി നിന്ന എന്നെയല്ലേ ഓരോന്നും കാണിച്ച് നീ പ്രലോഭിപ്പിച്ചത്. എനിക്ക് ദച്ചുവിനെ തിരിച്ച് നിർത്തിക്കൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടി. അത് പിന്നെ ആരായാലും ഇപ്പോൾ പാട് മുഴുവനും എൻ്റെ ദേഹത്ത് വന്നല്ലോ, അതല്ലേ ഇപ്പം പ്രശ്നം. അല്ലാതെ ആരാ പ്രലോഭിപ്പിച്ചത് എന്നല്ലല്ലോ. എരിക്കിൽ നിന്ന് പാളി നോക്കിക്കൊണ്ട് ദച്ചു പറഞ്ഞു കേട്ടവൻ അവളുടെ കഴുത്തിലൊന്ന് തൊട്ടു. ഇത് അങ്ങനെ അറിയില്ല കൊച്ചേ, 2 ദിവസം സ്ലീവ്ലെസ് ടോപ്പൊന്നും ഇടാതെ ഇരുന്നാൽ മതി. എരിക്ക് അവളുടെ കഴുത്തിലെ ഷോൾഡർ വഴി ഒന്ന് വിരലിൽ ഇഴച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ദച്ചു അമർത്തിയൊന്ന് മോളി. ഇനിയിപ്പോൾ അതിനല്ലേ പറ്റൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തൊട്ടും തലോടതേം പോയി റെഡിയാക്കാൻ നോക്ക്. ദച്ചു എരിക്കിൻ്റെ കൈ തന്നിൽ നിന്ന് മാറ്റിക്കൊണ്ട് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. നിന്നോട് മാത്രമല്ലേടി പെണ്ണേ ഞാനിങ്ങനെ. എരിക്ക് അവളിൽ നിന്നും പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ദച്ചു ചിരിയോടെ റെഡിയാക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാവരും നേരത്തെ വീട്ടിലെത്തിയോ? എരിക്കും ദച്ചുവും വീട്ടിലെത്തുമ്പോൾ പുറത്ത് നിൽക്കുന്ന ദേവനെയും ശ്രീയും ആനയും ജോയെയും നോക്കി ചിരിയോടെ ചോദിച്ചു. എന്തേ ഇനി നിനക്കത് പിടിച്ചില്ലേ? അവളെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് ജോ ചോദിച്ചു. എൻ്റെ ജോ, നിന്റെ പിണക്ക് ഇതൊരു മാറിയില്ലേ? ദച്ചു അവൻ്റെ തോളിൽ ഒന്ന് ഇടിച്ചുകൊണ്ട് ചിരിയോടെ ചോദിച്ചു. ഓ വേണ്ട, ഞാൻ മിണ്ടിയില്ല. എങ്കിൽ നിനക്കെന്താ? നിനക്ക് നിൻ്റെ ഈച്ച മാത്രം മതിയല്ലോ. അവൻ വീണ്ടും പരിഭവം പറഞ്ഞു. എടാ, ചുമ്മാ നിന്ന് സെൻറ്റി അടിച്ചാലുണ്ടല്ലോ, നിനക്ക് വേണ്ടി കൊണ്ടുവന്നതെല്ലാം എടുത്ത് ഞാൻ പുറത്തേക്കെറിയും. ദച്ചു ജോയെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ നന്നായി നിന്ന് ചിരിച്ച് കാണിച്ചു. അത് കണ്ടവൾ അവൻ്റെ തോളിൽ കൈയിട്ടൊരു ചിരിയോടെ അകത്തേക്ക് കയറി. നീ വാടാ, ഇത്രയും ദിവസത്തെ വിശേഷം പറയാനില്ലേ? ദച്ചു പറഞ്ഞു കേട്ടവൻ തലകുലുക്കി അവളോടൊപ്പം അകത്തേക്ക് നടന്നു. ഇവിടെ ജോ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്. അവർ പോന്നു നോക്കി പരിഭവത്തോടെ ആര്യൻ വിളിച്ചു പറഞ്ഞു. ആണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കൊണ്ടുവന്ന സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നു. അവൾ പുറകിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു കേട്ടും ആര്യനൊരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് ഓടി. ഓ, ഈ പിള്ളാരെ കൊണ്ട്. ദേവൻ ചിരിയോടെ അവരെ നോക്കി. യാത്ര എങ്ങനെയുണ്ടായിരുന്നു എരിക്ക്? ദേവൻ എറിക്കിനെ ചേർത്ത് പിടിച്ചു. സുഖമായിരുന്നു ദേവേട്ടാ, എരിക്ക് പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാൽ പിന്നെ അകത്തേക്ക് വാ, യാത്രയുടെ ക്ഷീണം കാണില്ലേ? ദേവൻ പറഞ്ഞുകൊണ്ട് അവരുമായി അകത്തേക്ക് നടന്നു. അവർ ഹാൾ വരുമ്പോൾ ദച്ചു കൊണ്ടുവന്ന ബാഗ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ഓരോന്നൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. എല്ലാവർക്കും ഉള്ളതുണ്ടായിരുന്നു അതിൽ. ആദ്യം എൻ്റെ ദേവേട്ടന്. വാ ദേവേട്ടാ, ദേ ഇത് വാങ്ങിക്ക്. ദച്ചു അവനെ വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു. ഓ, ദാ വരുന്നു. ദേവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് പോയിരുന്നു. ശ്രീക്കും ആര്യനും ജോയ്ക്കും അച്ഛന്മാർക്കും അമ്മമാർക്കുമെല്ലാം അവൾ ഓരോ പൊതി എടുത്തു കൊടുത്തു. അത് കൊള്ളാലോ, അപ്പോൾ എനിക്കൊന്നുമില്ലേ? എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു എന്ന് കണ്ടതും എനിക്ക് പുരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഈച്ചയ്ക്കുണ്ടല്ലോ, ഞാനങ്ങനെ മറക്കുമോ? ഒരു പാക്കറ്റ് എരിക്കിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കേട്ട് അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. സത്യത്തിൽ അങ്ങനെ ദച്ചു വാങ്ങിയത് എരിക്ക് കണ്ടിരുന്നില്ല. എരിക്ക് ചിരിയോടെ അവളുടെ അടുത്തിരുന്നുകൊണ്ട് എല്ലാവരോടും യാത്രയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നിട്ടില്ലേ അമ്മേ, അവളുടെ മുഖം അങ്ങ് വിളറിപ്പോയി. ശോ, അത് കാണാൻ എന്ത് രസമായിരുന്നെന്നറിയോ?
ദച്ചു ചിരിയോടെ പറഞ്ഞു. മതി മതി, കുറച്ചു നേരമായാലോ ഈ സംസാരം തുടങ്ങിയിട്ട്. അതൊക്കെ നിർത്തി വെച്ചിട്ട് മര്യാദയ്ക്ക് അടങ്ങിയിരുന്ന് ഇത് കഴിക്കാൻ നോക്ക്. ഒരാഴ്ച മാറി നിന്നപ്പോഴേക്കും കോലം കിട്ടുപോയി പെണ്ണ്. അതെങ്ങനെയാ, ഇവനൊന്ന് വാങ്ങിക്കൊടുത്ത് കാണില്ല. ആലിസ് തൻ്റെ അടുത്തിരിക്കുന്ന എറിക്കിനെ നോക്കി പൊച്ചത്തോടെ പറഞ്ഞു കേട്ട് അവൻ അവരെ കണ്ണൊട്ടിയൊന്ന് നോക്കി. ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോയി പട്ടിണി കിട്ടോ ദക്ഷ? നിനക്ക് ആവശ്യമുണ്ടായിരുന്നതെല്ലാം ഞാൻ വാങ്ങി തന്നിട്ടില്ലേ? എറിക്ക് അല്പം പരിഭവത്തോടെ അവളോട് ചോദിച്ചു. ഈ ആലിമയ്ക്ക് എന്താ? ഇച്ച എനിക്ക് കഴിക്കാൻ ആവശ്യമുള്ളതെല്ലാം വാങ്ങി തന്നിട്ടുണ്ട്. ഞാനങ്ങനെ ക്ഷീണിച്ചിട്ടൊന്നുമില്ല. അതെന്നെ കാണാതെ ഇരുന്നത് കൊണ്ട് ആലിമയ്ക്ക് തോന്നാണ്. അതുകൊണ്ട് ചുമ്മാ എൻ്റെ ഈച്ചയെ കുറ്റം പറയാതെ. ദച്ചു വിളിച്ചു പറഞ്ഞു കേട്ട് ഇപ്പം എങ്ങനെയെന്നതുപോലെ ഏറിക്ക് അവരെ നോക്കി. ഓ, ഇപ്പം ഭാര്യയും ഭർത്താവും ഒന്ന്, നമ്മൾ പുറത്തു പോയി. ആലിസ് പരിഭവത്തോടെ പറഞ്ഞു. അയ്യോടാ, അങ്ങനെ എൻ്റെ ആലിമയെ ഞാൻ പുറത്താക്കുമോ? വേണമെങ്കിൽ നമുക്ക് ഇച്ചയെ പുറത്താക്കാം. ദച്ചു ചിരിയോടെ പറഞ്ഞു കേട്ടും ഏറിക്ക് ഡൈനിങ് ടേബിളിന് മുകളിലിരുന്ന അവൾ തൻ്റെ അരികിലേക്ക് നീക്കിയിരുത്തി. ഇനിയിപ്പോൾ നീ മാത്രമല്ല ഇവിടെയുള്ളത്. ദേവൻ്റെ കല്യാണം ഉടനെ ഉണ്ടാകും. അപ്പോൾ പിന്നെ പാറുമ്പോഴും കൂടും നമ്മുടെ കുടുംബത്തിൽ. അങ്ങനെയുള്ളപ്പോൾ ഈ ഡൈനിങ് ടേബിളിന് മണ്ടയിലിരുന്ന് കഴിക്കുന്ന പരിപാടി ദച്ചു അങ്ങ് നിർത്തിയേക്കണം. ലക്ഷ്മി അല്പം ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി. എന്താ അമ്മ ഇത്? ഞാനതിന് ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ആരെയും ശല്യം ചെയ്തില്ലല്ലോ. കുഞ്ഞിലെ മുതൽ ശീലിച്ചു പോയതല്ലേ. അതൊക്കെ എങ്ങനെ വീട്ടിൽ ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് മാറ്റുന്നത്? ഞാൻ മാറ്റില്ല. ദച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്കെൻ്റെ കയ്യിൽ നിന്ന് നല്ല ചുട്ട അടി കിട്ടും. നിന്നെപ്പോലൊരു പെണ്ണ് തന്നെയല്ലേ പാറുമോളും. ലക്ഷ്മി അവളെ നോക്കി കണ്ണുരുട്ടി. കണ്ടില്ലേ ദേവേട്ടാ, ഈ അമ്മ എന്താ ഇങ്ങനെ പറയുന്നത്? ഇത്രയും നാൾ ഞാൻ ഇവിടെ ഇരുന്നതല്ലേ കഴിച്ചത്? അതൊക്കെ മാറ്റുന്ന എന്തിനാ? ദച്ചു ഡൈനിങ് ടേബിളിന് മുകളിൽ ഇരുന്ന് നീങ്ങി ദേവൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താമേ, ദച്ചുവേട്ടൻ ഇങ്ങനെ ശീലമായിട്ടല്ലേ? അതൊക്കെ നമ്മൾ ചേർന്ന് തന്നെയല്ലേ പഠിപ്പിച്ചത്? ഇനിയിപ്പോൾ പെട്ടെന്ന് അതൊക്കെ മാറ്റുന്ന എന്തിനാ? അങ്ങനെയല്ല ദേവ, ഇപ്പം ദച്ചു പഴയതുപോലെ കുഞ്ഞൊന്നും അല്ലല്ലോ. കല്യാണം കഴിഞ്ഞൊരു ഭാര്യയല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് പക്വതയൊക്കെ ഇവൾ കാണിക്കണ്ടേ? ഇതിപ്പോൾ ഈ ഡൈനിങ് ടേബിളിലെ മണ്ടയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങി കളിക്കുന്നു. ലക്ഷ്മി പറഞ്ഞു കേട്ട് അവൾ ചുണ്ട് ചുളുക്കിക്കൊണ്ട് ഇറക്കിനിയെന്ന് നോക്കി. അങ്ങനെ ഇപ്പോൾ പക്വതയൊരു ഭാര്യ എനിക്ക് വേണ്ട. ദക്ഷ എന്താണെന്നും എങ്ങനെയാണെന്നും എനിക്കറിയാത്തത് ഒന്നുമല്ലല്ലോ. അതുപോലെ തന്നെ മതി ലച്ചുമ്മ. അവളായിട്ട് തന്നെ ജീവിക്കട്ടെ. എറിക്ക് പറഞ്ഞ് കേൾക്കെ ദച്ചു സന്തോഷത്തോടെ അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. അല്ലെങ്കിലും എൻ്റെ ഈച്ച സൂപ്പറാണ്. അവൾ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നോക്കി പുരുകമുയർത്തി. ഓ, മതിയെങ്കിൽ മതി. ലാസ്റ്റ് എന്നോടൊന്നും ചോദിക്കരുത്. ലക്ഷ്മി പരിഭവത്തോടെ പറഞ്ഞു. ആ, എൻ്റെ ലച്ചു, അവൾ നമ്മുടെ കുഞ്ഞല്ലേ. എന്നും എപ്പോഴും അത് അങ്ങനെ തന്നെയല്ലേ എന്ന് കരുതി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മരുമകളെ മകളായിട്ട് തന്നെയല്ലേ നമ്മൾ കാണും. പിന്നെ ആരൊക്കെ വന്നാലും ഒരു ചെറിയ ഇഷ്ടക്കൂടുതൽ നമ്മുടെ മോളോടായിരിക്കുമെന്ന് മാത്രം. താരകൻ പറഞ്ഞു കേട്ടും ലക്ഷ്മി ഒന്ന് അമർത്തി മോളി. അപ്പോൾ ആ വിഷയം അവിടെ തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് ദേവേട്ടൻ്റെ വിവാഹത്തിലേക്ക് കടക്കാം. ദച്ചു ചിരിയോടെ പറഞ്ഞു കേട്ടും എല്ലാവരും ആ വിഷയത്തിലേക്ക് തിരിഞ്ഞു. ഡ്രസ്സും സ്വർണവും എല്ലാം എടുത്തുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി തികച്ചില്ല കല്യാണത്തിന്. നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ അച്ഛാ? ദച്ചു തൻ്റെ സംശയം ചോദിച്ചു. അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാരല്ലാതെ വീട്ടിൽ വന്ന് നിൽക്കാൻ വേറെ ആരുമില്ലല്ലോ മോളെ. അവരെയാണെങ്കിൽ കുടുംബത്തിൽ കയറ്റാനും പറ്റുകയില്ല. മാധവൻ ഒരു ചിരിയോടെ പറഞ്ഞു. അയ്യോ, അപ്പം അമ്മാമ്മയൊന്നും വിളിക്കുന്നില്ലേ? അത് മോശമല്ലേ അച്ഛാ? അവൾ താടിയിൽ കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഓ, എന്ത് മോശം. നമ്മൾ സ്നേഹത്തോടെ വിളിച്ചാലും ഇവിടെ വന്ന് എന്തെങ്കിലും കുനിഷ്ഠ ഒപ്പിച്ചു വെക്കുമോ? എന്തിനെ വെറുതെ അറിഞ്ഞു വെച്ചുകൊണ്ട് വിളിച്ചു വരുത്തുന്നത്? ലക്ഷ്മി പറഞ്ഞ കേട്ടും ദച്ചു ഒന്ന് അമർത്തി ചിരിച്ചു. എന്തൊക്കെയാണെങ്കിലും ഒരു രസമായിരുന്നു. ആ, വേണ്ടെങ്കിൽ വേണ്ട. ദച്ചു പറഞ്ഞു കേട്ട് ലക്ഷ്മി അവളെ നോക്കിയെന്ന് കണ്ണുരുട്ടി. അനി എന്തു പറയുന്നടാ? പണി കൊടുക്കാൻ പോയി നീ പണി വാങ്ങിയോ? ലക്ഷ്മിയുടെ നോട്ടം ശരിയില്ലെന്ന് തോന്നിയതും ദച്ചു വിഷയം മാറ്റിക്കൊണ്ട് ജോയി ഒന്ന് നോക്കി. ആള് ദേവേട്ടൻ്റെ കല്യാണത്തിന് ഇവിടേക്ക് വന്ന് നിൽക്കാനുള്ള വഴി ആലോചിക്കുവാണെന്ന് തോന്നും. ജോയ് എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിന്നോട് അവൾ എന്തെങ്കിലും പറഞ്ഞോ? ആ ദച്ചു, ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ദേവേട്ടൻ്റെ കല്യാണമല്ലേ, അപ്പോൾ 2 ദിവസം മുന്നേ അവൾ ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന്. ഓ, എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ നൈസായിട്ട് ഒഴിച്ചു വിട്ടു. പിന്നെ വിളിച്ചിട്ടില്ല. എങ്കിലും നാളെ കോളേജിൽ പോകുമ്പോൾ പുതിയ എന്തെങ്കിലും കാര്യം കൊണ്ടുവരും. അവൻ തലയിൽ കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഇതിപ്പോൾ പണി കൊടുക്കുമെന്നും പറഞ്ഞ് കൂട്ടുകൂടിയിട്ട് മൊത്തം പണിയും നിനക്ക് കിട്ടുന്നത് പോലെ ഉണ്ടല്ലോ ജോ. ആര്യൻ അവനിന്ന് താങ്ങി. അത് കേട്ട ജോ ആര്യനെ കൂർപ്പിച്ച് നോക്കി. ആര്യേട്ടൻ പറഞ്ഞാലും കാര്യമില്ലാതെ ഇല്ല ജോ. നമ്മളെന്ത് പണി കൊടുത്താലും അവൻ നൈസായിട്ട് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നിട്ട് ചുമ്മാ നമുക്കിടയിൽ ഓരോ കൊത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നുമുണ്ട്. ഇതിങ്ങനെ ചുമ്മാ വിടുന്നത് ശരിയല്ലല്ലോ. എന്തായാലും അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം എന്ന ചിന്തയൊന്നും വേണ്ട. വേറെ എന്തെങ്കിലും ആലോചിക്കണം. ദച്ചു താടിയിൽ കൈ കൊത്തി. ഇപ്പം തൽക്കാലം 2 പേരും ഈ കല്യാണം നേരെ നടക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് മതി ഇനി ആർക്കെങ്കിലും പണി കൊടുക്കുന്നത്.
ശ്രീ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടും അവർ അത് അംഗീകരിച്ചതുപോലെ തല കുലുക്കി.